പർദ്ദയിട്ട് നായിക പോകുന്ന കട്ട് ചെയ്യാൻ പറഞ്ഞ പിന്നെയും കുഴപ്പമില്ല. അവർ പറഞ്ഞത് പർദ്ദ ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് പറയുന്നു. അതും കട്ടിങ്ങിലേക്ക് വരുന്നു. ലവ് ജിഹാദ് എന്താണ്? ഇവിടുന്ന് എഴുതി കൊടുത്ത് അവിടുന്ന് നടപ്പിലാക്കി. ഞങ്ങളുടെ സിനിമ വളരെ ഒരു മതത്തിനെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നാളെ വളർന്നു വരുന്ന യുവാക്കൾ എന്തായാലും സെൻസർ ബോർഡിൽ 5 പേരിരുന്ന് പടം കാണുന്നു, 4 പേരിരുന്ന് കാണുമ്പോൾ പടം കാണുന്നു, ചെയർമാനുണ്ട് 5 പേരിരുന്ന് കാണുന്നു. അതിൽ നിന്ന് ഒരു വ്യക്തിയാണ്. പിന്നെ രാഗി കാണിക്കാൻ പാടില്ല. ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി എന്നാണ് പറയുന്നത്. പറയുമ്പോൾ ഒരു 3 പേര് നിൽക്കുന്നതിൽ ഒരാൾ കോമഡി ആയിട്ടിട്ടു, അത് നമ്മൾ ഗണപതി വട്ടം, ആ ഭാഗം പാടില്ല. മതത്തിനാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ മതത്തിന്റെ വ്യവസായം നടക്കട്ടെ, സിനിമയൊന്നുമല്ല. അവര് തന്നെ കാണിക്കുന്നുണ്ട് സാർ. മാളികപ്പുറമുകളിലൊക്കെ കുറെ രാഗി ഉണ്ടല്ലോ, ഒത്തിരി സിനിമകളുണ്ട് അങ്ങനെ. എനിക്കൊണ്ട് രാഗിയോട് അവർക്ക് ദേഷ്യം ഉണ്ട് തോന്നുന്നു. അതായിരിക്കും ഈ തൊപ്പി വെച്ചിട്ട് മൊലിയമര നടക്കണം. എന്താ ആ ഒരു പരിപാടി പുറത്തറിയിക്കാൻ വേണ്ടില്ലേ, ഒളിച്ചു വെക്കാൻ നമ്മൾ അണ്ടർവെയർ അല്ലല്ലോ. ഒരു മതവും പറയുന്നില്ല സ്വന്തം രാഷ്ട്രത്തിന് ഇരിക്കുന്ന മരം മുറിക്കണം എന്ന് ഒരു മതം പറയുന്നില്ല. ഈ രാഷ്ട്രത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ആ മതത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ വേറൊരു മതവും സൈഡിൽ ചേർത്താണ് സെൻസർ ബോർഡിന്റെ ഒരു കളി. ബീഫ് ബിരിയാണി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ബീഫ് നിരോധിക്കണം. ബിരിയാണി മാറ്റാൻ തയ്യാറാണ്. ഇവിടെ ഒരു വർഗീയത നിലനിന്നാൽ ജീവിച്ചു പോകുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ഒരു വർഗീയത മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം മുതലെടുക്കുന്നവരുണ്ട്. വർഗീയത നിലനിർത്തി രാഷ്ട്രം ഭരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അത് കേട്ടാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള തീരുമാനത്തിലോട്ട് നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം വരും. അപ്പം അതിന് മുന്നത്തെ സീനിൽ ഇത് ബീഫാന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. ബീഫ് ബിരിയാണി ഇപ്പോൾ വരും, അത് കട്ട് ചെയ്യണം. പശുവിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നത്. ഒരു ഓമനത്തുള്ള മൃഗം ദയവായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷെ ഓമനത്തുള്ള മൃഗമായിട്ടാണ് കാണുന്നത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. വീണ്ടും സെൻസർ ബോർഡിന്റെ കത്രിക. ഹാലെന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാലിളകിയിരിക്കുകയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ഡയറക്ടർ. നമസ്കാരം. എന്താണ് സെൻസർ ബോർഡ് ഇങ്ങനെ പെരുമാറുന്നത്? സെൻസർ ബോർഡ് പെരുമാറുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മെസ്സേജാണ് അവരുടെ പ്രശ്നം. ഈ സിനിമ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വയലൻസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന സിനിമകളുണ്ട്, ന്യൂഡിറ്റി കാണിക്കുന്ന സിനിമകളുണ്ട്, വയലൻസ് മാത്രം കാണിക്കുന്ന സിനിമകളുണ്ട്. എല്ലാ രീതിയിലുള്ള സിനിമകളും ഇറങ്ങട്ടെ. പക്ഷെ നമ്മളെ സിനിമ ഒരു വിഭാഗത്തിൽ ഒരു വീട്ടിലെ കുട്ടിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുമിച്ച് പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അതായത് നാളെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കുള്ളൊരു മെസ്സേജാണ് ഈ സിനിമ. ഇപ്പോൾ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു സ്നേഹിക്കുന്നവർക്കുള്ള കറക്റ്റ് ഒരു മെസ്സേജായിരുന്നു ഈ സിനിമ. അപ്പോൾ ആ മെസ്സേജ് നാളെ ഒരു വിഭാഗത്തിന് പ്രശ്നമാണ്. കാരണം ഇവിടെ ഒരു വർഗീയത നിലനിന്നാൽ ജീവിച്ചു പോകുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ഒരു വർഗീയത മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം മുതലെടുക്കുന്നവരുണ്ട്. വർഗീയത നിലനിർത്തി രാഷ്ട്രം ഭരിക്കുന്നവരുണ്ട്. ഇന്ത്യയുടെ കാര്യമല്ല പറഞ്ഞത്. വർഗീയത മാത്രം നിലനിർത്തിയിട്ട് പല കാര്യങ്ങളും നേടുന്നവരുണ്ട്. അപ്പോൾ നാളത്തെ തലമുറയ്ക്ക് എൻ്റെ ഒരു സിനിമ കൊണ്ട് വർഗീയത ഇവിടെ ഇല്ലാതാവുന്നല്ല പറഞ്ഞത്. നാളത്തെ കുറേ യുവാക്കളും യുവതികളും പ്രണയത്തിൽ ഈ വർഗീയത മാറ്റി നിർത്തപ്പെടും, മതം മാറ്റി നിർത്തപ്പെടും. ഒരു മതത്തിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാ മതത്തിനും പറയാനുള്ളൂ. 14 ഇടങ്ങൾക്ക് അത്രയും വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 14 കൂടുതലുണ്ട്. 15ഓളം ഇടങ്ങൾക്ക്. പിന്നെ നമ്പർ ഇടാതെ പിന്നെ അവിടെ ഇവിടെ കോമയും കുത്തും ഇട്ടിട്ട് വേറെ പറഞ്ഞു. അങ്ങനെ കോമയും കുത്തും ഇത്ര ഇടങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ സിനിമയാവും. അവരിങ്ങനെ അത്രയും വെച്ച് അതിൻ്റെ വേറെ വിഷയം എന്താ നോക്കി. ഇപ്പോൾ അങ്ങനെ അവർ പറയുന്ന മാറ്റങ്ങൾ കൊടുത്താൽ പോലും എ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എ സർട്ടിഫിക്കറ്റിന്റെ മാനദണ്ഡം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അത്ര പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഇല്ല. അതായത് ഈ സിനിമയിൽ ന്യൂഡിറ്റി, വയലൻസ്, ബ്രുട്ടാലിറ്റി ഇതൊക്കെയാണ് എ സർട്ടിഫിക്കറ്റിൻ്റെ മാനദണ്ഡത്തിൽ വരുന്നത്. ഇതിൽ ഒരു വൃത്തികെട്ട ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ശരീരഭാഗം പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട ഒരു രംഗം പോലുമില്ല. ഒരു കത്തിയോ ഒരു പേന കത്തിയോ ഒരു വാളോ ഒരു ബോംബോ ഒരു സാധനം യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു
രക്തം പൊടിയുന്ന ഒരു മുഖത്തേക്ക് അടിക്കുന്ന രംഗം ഈ സിനിമയിലില്ല. ഒരു രക്തം പൊടിയുന്നതായിട്ടുള്ളൊരു ഭാഗമില്ല. പിന്നെ വേറെ ഒരു മതവിഭാഗത്തിനെ നമ്മൾ വളരെ രീതിയിൽ തേച്ച് അല്ലെങ്കിൽ വളരെ വൃത്തികേടാക്കി സംസാരിക്കുന്ന ഒരു രംഗമില്ല. പർദ്ദ ഇട്ട് നായിക പോകുന്നുണ്ടോ? ആണ്ട് അതും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പർദ്ദ ഇട്ട് നായിക പോകുന്ന കട്ട് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അവർ പറഞ്ഞത് പർദ്ദ ഒരു ഐഡന്റിറ്റിനെ മറച്ചു വെക്കുന്ന വസ്ത്രമാണ്. അവർ എവിടെ പറയേണ്ട കാര്യം ഈ സിനിമയിലൂടെ പറഞ്ഞു. മനസ്സിലായി. അവർ പറയുന്നത് വേറെ എവിടെ പറയേണ്ട ഒരു വിഷയം അവർ ഈ സിനിമയിലൂടെ പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റും. സെൻസർ ബോർഡ് സെൻസർ ബോർഡ് എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു സിനിമയിൽ മ്യൂസിക് ഉണ്ട്, ആർട്ട് ഉണ്ട്, ഒരുപാട് പ്രധാന ഘടകങ്ങൾ വഹിക്കുന്നുണ്ട്. അവിടെയൊക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരും പ്രഗത്ഭമാരും കൊണ്ടുവരുത്തണ്ടേ. സെൻസർ ബോർഡ് ആർക്കും കോരി ഇരിക്കാവുന്ന ഒരു സ്ഥാപനമല്ലല്ലോ. ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നേരിടുന്ന ഈ സിനിമാ മേഖലയിൽ നേരിടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞ് നാളെ റിലീസാവുന്ന സിനിമയാണ് സെൻസർ ചെയ്യുന്നത്. സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അവസാനം ചെയ്യേണ്ട സാധനമല്ല, ഇത് ആദ്യമേ ചെയ്യേണ്ട സാധനമാണ്. അതായത് ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മൈക്ക് വെച്ചെന്നല്ലേ, ഇതിന് മുൻപ് വെക്കേണ്ട സാധനമാണ്. ഇതിന് ശേഷം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ ഈ തീരുമാനം മാറ്റുകയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും നിയമവലികളും നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ പാടൂ. ഇന്ത്യയിൽ അങ്ങനെ ഒരു കളറിനോ ഒരു ഭക്ഷണത്തിനോ ഒരു വസ്ത്രത്തിനോ ഒരു രീതിക്കോ ഒരു സമുദായത്തിനോ ഒരു ഏരിയക്കോ ഒരു വിഭാഗത്തിനോ തടസ്സമുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ മുൻപ് സ്ക്രിപ്റ്റ് സെൻസറിങ് പറഞ്ഞ ഒരു രീതി കൊണ്ടുവരണം. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് സിനിമ കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ സ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യുക. 14, 20, 28, 30 ദിവസത്തിനുള്ളിൽ സെൻസർ ചെയ്യുക. അതിനൊരു എമൗണ്ട് മേടിക്കട്ടെ. ഇപ്പോൾ ഞാനും നിങ്ങളും കൂടി സ്ക്രിപ്റ്റ് എഴുതി, നിങ്ങൾ ഡയറക്ടർ, ഞാൻ റൈറ്റർ, നമ്മൾ സെൻസർ ചെയ്തു. സെൻസർ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു 4 സീൻ മാറ്റണം. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം. എഗ്രി. ആ സ്ക്രിപ്റ്റ് നമ്മളതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫൂട്ടേജും ആ സ്ക്രിപ്റ്റും കൂടി ഒത്തു നോക്കിയാൽ മതി. ധാരാളം. ഒരാളെ 10 പൈസ പോവില്ല. അവർക്കനുസരിച്ചിട്ടുള്ള സിനിമകൾ ഇറങ്ങും. ഒരാൾ ബുദ്ധിമുട്ടുന്നില്ല. ഇപ്പം നമ്മൾ ചെരുപ്പിട്ടിട്ട് കടക്കണ്ടാന്ന് പുറത്ത് എഴുതിയോണ്ടല്ലേ നമ്മൾ ചെരുപ്പ് അഴിച്ചു വെച്ചത്. ഇത് ആദ്യമേ പറഞ്ഞാൽ പോരെ. എന്നെ ഇവിടെ അകത്ത് കയറ്റി കൊടുത്ത് നിങ്ങൾ ചെരുപ്പ് ഊരി കൊണ്ടുപോകണത് മോശമല്ലേ? ഉദാഹരണമാണ്, കൃത്യമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ, ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് അറിയൂ. പണ്ട് കാലങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും കാറ് കൊണ്ട് BMW ബെൻസോ പാർക്ക് ചെയ്താൽ തിരിച്ചു വരുമ്പോൾ 4 ഭാഗത്തും കല്ലുകൊണ്ട് കോറിയുണ്ടാവും. വണ്ടി നിർത്തിയോണ്ട് ഒരു അപകടം ഉണ്ടായിരിക്കില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രമുഖ ഒരു വീഡിയോ ഉണ്ടാണ്, എൻ്റെ വണ്ടി ആകെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വണ്ടിക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടല്ല, ഈ വണ്ടി എടുത്ത ആളോടുള്ള മനോവൈകൃതിയും അസൂയയുമാണ്. അപ്പോൾ സിനിമ നമ്മളിപ്പോൾ ഈ 10, 16, 20 കോടി എടുത്ത് ഒരു സിനിമ വളരെ ഭംഗിയായി ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇത് ആസ്വദിക്കുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യും ഇവർ. അയ്യോ ഇവരിങ്ങനെ ഒരു സിനിമ ചെയ്തു അല്ലേ, ഒരു കട്ട കൊടുക്കും, അവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്, ഇപ്പുറത്തൊരു കട്ട്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു നാളെ മുതൽ, ഇന്നെന്നല്ല വരും തോറും നിങ്ങൾക്കൊന്ന് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ അറിയിച്ച് ഇതിന് പെർമിഷൻ വാങ്ങിയിട്ട് ന്യൂസ് പുറത്തു വിടേണ്ട കാലം വിദൂരമല്ല. എഴുതി വെച്ചോ, ഇതൊന്നും ഇനി നടക്കില്ല. സിനിമയിലോട്ട് കയറി ഇത് എല്ലായിലോട്ടും വരും, വ്യക്തികളിലേക്ക് കയറി വരും. പിന്നെ സംസാരിക്കാൻ പറ്റാതെ വരുമെന്ന്. സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അത് കേട്ടാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള തീരുമാനത്തിലോട്ട് നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം വരും, അതിലോട്ട് വരും. ഇതിപ്പം ഇത്ര ഇടങ്ങളിൽ ബീഫിന്റെ കാര്യം പറഞ്ഞു, ഞാൻ കുറെ അറിഞ്ഞിരുന്നു. ഏതൊക്കെ ഭാഗങ്ങളാണ് ബീഫ്? പറയാനായിട്ട് ബീഫ് ബിരിയാണി അല്ല മട്ടൻ ബിരിയാണി കഴിച്ചതെന്നും പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, ഇവിടെ ബീഫ് ബിരിയാണി നിരോധിച്ചായിട്ട് എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ സിനിമ കാണിക്കുമ്പോൾ ബീഫ് ബിരിയാണി കാണിക്കുമല്ലോ. ഒരുവിധം ആൾക്കാരൊക്കെ ബീഫ് ബിരിയാണി, ബിരിയാണി വെക്കണമെങ്കിൽ, ഞാൻ ഭക്ഷണം വെക്കുന്ന ആളാണ്, ബീഫ് ബിരിയാണി
പശു ബിരിയാണി എന്നല്ല. ഒന്നാമത് എന്തിനാണ് ഇവരൊക്കെ ബുദ്ധിമുട്ടുന്നത്? പശു ആര് കഴിക്കില്ല എന്ന്. നിങ്ങൾ പശുവിനെ അറുത്താൽ കഴിക്കുമോ? കഴിക്കില്ല. എൻ്റെ വീട്ടിൽ കഴിക്കില്ല. പോത്തിന്റെ മറ്റേ തലയും പോത്തിന്റെ തോലും കണ്ടാലേ മേടിക്കുള്ളൂ. പശുവിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നത്. ഒരു ഓമനത്തുള്ള മൃഗം ദയവായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷെ ഓമനത്തുള്ള മൃഗമായിട്ടാണ് കാണുന്നത്. പശുവിൻ്റെ ഇറച്ചി കഴിക്കില്ല. പശുവിൻ്റെ പാല് കഴിക്കും നമ്മൾ, ഇറച്ചി കഴിക്കില്ല. ബീഫ് എന്ന് പറഞ്ഞാൽ പശുവല്ല, പോത്താന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അടിച്ചേൽപ്പിച്ച് തരുന്നത്. അതിൽ പിന്നെ പശു ഉണ്ടോ പോത്തുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും കഴിക്കുന്നവരൊക്കെ വെള്ള ഇറച്ചി കണ്ട അപ്പം അലമ്പ് ഒരുപാട് പേരുണ്ട്. ബീഫ് ഫ്രൈ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറയും. ബീഫ് ഫ്രൈ പോത്ത് കൊണ്ടോ എരുമ കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റൂ. പശുവിൻ്റെ ഇറച്ചിയിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റില്ല. അറിയോ? കറുപ്പ് കിട്ടില്ല. കറുപ്പല്ല, ചിതറിപ്പോ, ചകിരിമാരി ചിതറിപ്പോ. അപ്പൊ ബീഫ് ബിരിയാണി നമ്മൾ പ്രതിപാദിച്ചിട്ടൊരു ബിരിയാണി കൊടുത്തു. ഈ സാധനം ഷൂട്ട് ചെയ്യുന്ന മഴക്കാലത്ത് ഇവിടെ നമ്മൾ ഒരുപാട് ഷൂട്ടിംഗ് പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്ത് മഴ ഉരുൾപൊട്ടൽ. അപ്പോൾ നമ്മൾ ഷൂട്ട് മൈസൂരിലോട്ട് മാറ്റി. അങ്ങനെ ഈ സീൻ വന്നപ്പോൾ ഒരു 30-20 ബീഫ് ബിരിയാണി മേടിക്കാൻ വിട്ടു. അയാൾ ഓടിയനായിട്ട് സ്പീഡിൽ ഇങ്ങോട്ട് വന്നത് ചോദിക്കാൻ പാടില്ല ഇവിടെ ബീഫ് ഇല്ല എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് വേറെ മട്ടൻ ബിരിയാണി ഉണ്ടോ? മതി, മട്ടൻ ബിരിയാണിയാണ്. അപ്പം അതിന് മുന്നത്തെ സീനിൽ ഇത് ബീഫാന്ന് പറഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. ബീഫ് ബിരിയാണി ഇപ്പോൾ വരും, കട്ട് ചെയ്യണം പറഞ്ഞിട്ടുള്ളൂ. ബീഫ് ബിരിയാണി അത് കട്ട് ചെയ്യണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ബീഫിൻ്റെ വിവാദം നിലനിൽക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞു ഞങ്ങൾ പോത്ത് കഴിക്കും. അതെ അതെ, ഇത് എതിർക്കുന്നവരെ പല നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ പോത്ത് കഴിക്കും. ഞാൻ പറയുന്നത് പശുവൻ കഴിക്കില്ല, നമ്മൾ വീട്ടിലും കഴിക്കില്ല. ബീഫിന്റെ വിഷയം അതാണ്. പിന്നെ വേറെ ഉണ്ടല്ലോ ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി എന്നാണ് പറയുന്നത്. പറയുമ്പോൾ ഒരു 3 പേര് നിൽക്കുന്നതിൽ ഒരാൾ കോമഡി ആയിട്ടിട്ടു, അത് നമ്മൾ ഗണപതി വട്ടം, ആ ഭാഗം പാടില്ല. പിന്നെ രാഗി കെട്ടാൻ പാടില്ല. ഞങ്ങൾ ഈ സിനിമയിൽ എല്ലാ മതസ്ഥരെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളെ കാണിക്കുമ്പോൾ തൊപ്പി കാണിച്ചിട്ടുണ്ട്, നിസ്കാരത്തായമ്പ് കാണിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനി കാണിക്കുമ്പോൾ കുരിശ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ചതാണ്. രാഗി കാണിക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരും പുറത്ത് നമുക്ക് പേരെഴുതി വെക്കാൻ പറ്റും. ആർട്ടിസ്റ്റിൻ്റെ പുറത്ത് ഇത് അപ്പുകുട്ടൻ നായർ, ഇത് മുഹമ്മദ് അജി എന്ന് വെക്കാൻ പറ്റും. അവരൊരു മറ്റേ ക്യാരക്ടറൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിസ്കാരത്തായമ്പ് കാണിക്കും, മുണ്ടൊന്ന് കയറ്റി കുത്തി കാണിക്കും. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് പറയാത്ത വെറും വേറെ സിനിമകളുണ്ട്. ഇപ്പോൾ ഒരു സിനിമനെ കുറ്റം പറയണമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചില സിനിമകളിലൊക്കെ അവർ തന്നെ കാണിക്കുന്നുണ്ട് ഒരു സാധനം. ഇപ്പോൾ മാളികപ്പുറമുകളിലൊക്കെ കുറേ രാജ്യമുണ്ടല്ലോ, ഒത്തിരി സിനിമകളുണ്ട് അങ്ങനെ. എന്നാൽ പിന്നെ ഫുള്ള് വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അഹമ്മദാജി എന്ന് വിചാരിക്കില്ലേ? അതൊരു ക്യാരക്ടറൈസേഷൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കോടതിയിൽ പോകുന്നത് വക്കീലാണ്, വക്കീൽ സാർ വക്കീലല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കോടതിയുടെ സൈഡിൽ കൂടെ ആ ഗൗണിട്ട് പോയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ സിനിമയുടെ ഡയറക്ഷൻ കാണിക്കുക. അല്ല, അത്രയും ചുരുക്കം ഒരു കാലഘട്ടം മുഴുവൻ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണല്ലോ സിനിമ. അപ്പം അതിൽ നമ്മൾ പലതും വിഷ്വലൈസറായിട്ടാണ് നമ്മൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കിൽ ബോർഡ് വെച്ചിട്ടോ അനൗൺസ് ചെയ്തിട്ടോ ഒരാൾ നടന്നു പോകുമ്പോൾ അപ്പുകുട്ടൻ നായർ അല്ലെങ്കിൽ ജോർജ് എഴുതിക്കണാട്ടി പകരം അയാളെ കുറിച്ച് നിർവഹിച്ച അയാളൊരു ഭക്തനായി. അങ്ങനെയുള്ള സിനിമ മുന്നോട്ട്. ഇനി അതൊന്നും പറ്റില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അതൊന്നും മുന്നോട്ട് പോവില്ല. അപ്പം രാഗി ഒഴിവാക്കണം. രാഗി ഒഴിവാക്കണം. പിന്നെ ഒരു ഹോളി ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോളി മരിയ എന്ന് പറഞ്ഞ നഴ്സിംഗ് കോളേജിന് പേരുണ്ട്. അത് ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജ് എന്ന് കാണിച്ചതാണ്. ആ പേര് പറ്റില്ല എന്ന് എഴുതാൻ കാരണം ഞങ്ങൾ മാത്രമല്ല ഒരാളും കൂടി കൂട്ടുപിടിച്ചു എതിർക്കാൻ. അത് ഉദ്ദേശമുള്ളൂ. ഞങ്ങളുടെ സിനിമ വളരെ ഒരു മതത്തിനെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നാളെ വളർന്നു വരുന്ന യുവാക്കൾ മതത്തിൻ്റെ പേരിൽ പ്രണയിക്കുന്നവർ മതത്തിൻ്റെ പേരിൽ ഒരു മതത്തിലോട്ടും ഒരു പ്രണയിനിയെ കൊണ്ടുവരരുത്. അവനവൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ മെസ്സേജ് ആർക്ക് ഫലം ചെയ്യില്ല? നാളത്തെ ആരോപണങ്ങൾക്ക്, വർഗീയ ആരോപണങ്ങൾക്ക് അവർക്ക് ആ മെസ്സേജ് പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്താലും കുട്ടികൾ കാണരുത് എന്നൊരു തീരുമാനം അവർ എടുക്കും. കേരള സ്റ്റോറി അപ്പോൾ അത് കാണാൻ വേണ്ടി വിട്ടതാണല്ലോ. അല്ലേ? കേരള സ്റ്റോറി പ്രശ്നമില്ല. 30-40 ദിവസത്തോളം സെൻസറിന് വെയിറ്റ് ചെയ്ത് അതൊക്കെ ഒരു ദിവസം കൊണ്ട് സെൻസർ ചെയ്ത് പോകണാണല്ലോ. കേരള സ്റ്റോറി പ്രശ്നമില്ല. ഇല്ല. അപ്പോൾ ഈ കത്രിക വെക്കുന്ന എനിക്ക് തോന്നുന്നു റഫീഖിനൊക്കെ ഈ സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്തു. പിന്നെ എത്രയോ ദിവസം ഇതിന് ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ല ഒരു കാര്യം ആലോചിക്കണം. സിനിമയിൽ
വിജയൻ രചിച്ചവർക്ക് മാത്രമേ മുൻപന്തിയിൽ എത്താൻ പറ്റുള്ളൂ. ഞാനൊരു 25ഓളം ഡയറക്ടർമാരെ മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കണില്ല. അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഷോർട്ട് ഫിലിം ചെയ്യുന്നവനെ വിളിച്ചിട്ട് ചിലവ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. നീ എടപ്പള്ളി കൊടുത്തിട്ട് കാറ് തുറന്ന് വിട്ടിട്ടുണ്ട് 4 ഡയറക്ടർമാർ ഇന്ന് മലയാള സിനിമയിൽ പ്രമുഖരാണ്. ഒരു കുഗ്രാമത്തിൽ നിന്ന് എടപ്പള്ളി കൊടുന്ന് വിട്ടിട്ടുള്ള 4 പേർ. മലയാള സിനിമയിൽ നാഷണൽ അവാർഡും വലിയ അവാർഡ് കിട്ടിയ പല പടങ്ങളും അവസാനമായിട്ട് ഞാൻ ഫിനാൻഷ്യലായിട്ട് സഹായിച്ച പടങ്ങളാണ്. എൻ്റെ പേര് ഇന്ന് വരെ ഫ്രണ്ടിൽ എഴുതി വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പടങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള പടമാണ്. എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് ഫിനാൻസ് കൊടുക്കേണ്ടി വന്നു. കാശില്ല, വീട് വിറ്റിട്ടും പറമ്പ് വിറ്റിട്ടും കടം പിടിച്ചു. ഇന്നും ചീത്തപ്പേരുകളും കാശ് കൊടുക്കാനുള്ള കടബാധ്യത ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെന്താ ഒരു സിനിമ നമ്മളെ ഹിറ്റാവും, അന്ന് മാറും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. വർഷം 10-25-20 വർഷത്തിൻ്റെ മേലായി. ഒരു 10-20 കോടി രൂപ ഈ പടം അല്ലാതെ എൻ്റെ പോയിട്ടുണ്ട് സിനിമയിൽ. ഒരു പടം പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സിനിമയുടെ വിജയിച്ച പേരില്ല. ഇത് അവസാനം എത്തി. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ കെട്ട്. നമ്മുടെ വിധി ഇതായിരിക്കാം, എന്നാലും നമ്മൾ പിന്മാറാനോ ഇതും ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു വെച്ചാൽ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായി ഈ സിനിമ. പിന്നെ അന്നൊന്നും പിന്മാറാതെ ഇങ്ങനെ ഓട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു എത്രയോ പരാതികൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്തു. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതി, അവിടെ പരാതി, ഇവിടെ പരാതി, ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ സിനിമ അവസാനഘട്ടം എനിക്ക് വേണ്ടി പോസ്റ്റ് വരെ ഒട്ടിച്ചു. പിന്നെ റിലീസിന് ഡേറ്റ് പ്രഖ്യാപിച്ചു. അന്നുണ്ടായ പ്രതിസന്ധിന് അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനൊരു നിയമമുണ്ട്, കോടതിയിൽ വിശ്വസിക്കുന്നു നമ്മൾ. അല്ലേ? അതും എല്ലാവരും സിനിമ എടുക്കുന്നത് നല്ല സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ നല്ല സിനിമ, അതായത് ഭയങ്കര 100 കോടി 500 കോടി 1000 കോടിയുടെ കഥയല്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഷൈനിക ആണെങ്കിലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ ഈ അടുത്ത കാലത്ത് വരുന്ന പടങ്ങളിൽ നല്ലൊരു ജേണർ പടം. മറ്റു പടങ്ങളും നല്ലതാണ്. ഓരോ ദിവസം ഒരാഴ്ച കൂടും അല്ല ഒരു മാസത്തിൽ അടുത്തൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വരുന്നു, അടുത്ത് വേറെ ടൈപ്പ് ഓഫ്. അവൻ്റെ യാത്രയിലും ഭയങ്കര ഇതായിരിക്കും. എനിക്കും എന്ന് പറഞ്ഞാൽ അവൻ പോലത്തെ ഒരാളിനെ ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ആ ഭാഗ്യം അവരെ കൂടി തന്നത് തന്നെയാണ് പല കാരണങ്ങളും കൊണ്ട്. പക്ഷെ ഇതെല്ലാം ഒത്തുവന്ന് പിന്നെ സ്വരച്ചേർച്ചക്കിടൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഫൈനൽ ഒരു വിജയമാണെങ്കിൽ എല്ലാം നമ്മൾ മറക്കും 100%. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നം, ഞാൻ എല്ലാം കൂടി തലയിൽ ഈ പ്രശ്നങ്ങൾ അറ്റൻഡ് ചെയ്യണം, പടം ഡയറക്റ്റ് ചെയ്യണം, എഡിറ്റിങ്ങിൽ നോക്കണം, മറ്റോടും നോക്കണം, പ്രൊഡക്റ്റും നന്നാവണം, റിലീസും ആവണം. ഇന്നലെ രാത്രി പോലും എനിക്ക് കിട്ടിയ ചാൻസ്, ഈ ഗ്യാപ്പ് കിട്ടിയ ചാൻസ് ഞാൻ ഒരു എഡിറ്റിങ്ങിൽ മാറ്റം വരുത്തി രാത്രി പുലർച്ചെ വരെ ഇരുന്നിട്ട് ഞാനും എഡിറ്ററും കൂടി ഇരുന്നിട്ട് വളരെ നല്ലൊരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് എത്തി. എന്നിട്ട് കാലത്ത് ഞങ്ങൾ ഈ ചടുപടയിട്ട് ഹൈക്കോടതിയിൽ വിധിക്കാത്തിരിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റിസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കണ്ടിട്ട് ഈ സിനിമ നാളത്തെ കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ഇതൊരു ബാഡ് മെസ്സേജ് കൊടുക്കുന്നത് ഞങ്ങൾ ഇറക്കുന്നില്ല, നല്ലതാണെങ്കിൽ ഇറക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പടങ്ങളൊക്കെ എന്തോരം കൊലപാതകങ്ങൾ നടത്തുന്നു, കൊലപാതകം ചെയ്യുന്നു, മറച്ചു വെക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടത് ഈ ദൃശ്യം സിനിമ നല്ല പടം, അതിനെ വെച്ച് ബേസ് ചെയ്തിട്ട് ഒരുപാട് മർഡറുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുള്ള ജനങ്ങൾ വെറുതെ വരുത്തി തീർത്തു. അല്ലേ? അതിന് മുമ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ സിനിമകളും എല്ലാ പരിപാടിയും എല്ലാ വിഭാഗ സിനിമകളും ഇറങ്ങുമ്പോൾ അവരുദ്ദേശിക്കുന്ന അതേപോലെ ഈ ഇതിലത്തെ പോലെ മതങ്ങൾ പ്രശ്നമല്ലാതെ ആവുമോ ഈ മെസ്സേജ്? ഇവർക്ക് വേണ്ട മതങ്ങളുടെ പ്രശ്നമാണ് വേണ്ടത്. പിന്നെ ഒരാളൊരാളെ സ്നേഹിക്കണം, മതത്തിൽ മാറ്റിക്കൊണ്ടിരണം. അപ്പോൾ യുദ്ധമായി പ്രശ്നമായി, കാലുവെട്ടലായി പ്രശ്നമായി, മറ്റേ ദുരഭിമാന കൊലായി, മറ്റേ ലവ് ജിഹാദായി പ്രശ്നങ്ങളായി. ഭരണഘടന അനുശാസിക്കുന്ന മിശ്ര വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. ആ പ്രോത്സാഹിപ്പിനോട് ഈ പ്രശ്നം തീരുന്നു. നിനക്കെൻ്റെ മതം എനിക്കെൻ്റെ മതം എന്ന് പറഞ്ഞ ഈ വിഷയം തീർന്നാൽ നമ്മൾ രണ്ടുപേരും 2 ഷർട്ടിന് വേണ്ടി തല്ലൂടുണ്ടോ? ഒരിക്കലും. രണ്ടാളും ഒറ്റ ഷർട്ട് ഇടുമ്പോഴല്ലേ തല്ലുള്ളൂ. നിന്റെ ഷർട്ട് നീ ഇട്ടോ, നിന്റെ ഷർട്ട് ഞാൻ ഇട്ടോ, നമുക്ക് തല്ലൂണ്ട ആവശ്യമുണ്ടോ? ഒറ്റ ആൾ 2 ഷർട്ട് ഇടുകയാണെങ്കിൽ നീ ഇന്നല്ല അത് ഞാനല്ലാണ്ട് തല്ലൂടും. രണ്ടുപേരും 2 മതത്തിൽ വിശ്വസിക്കട്ടെ. ഈ ലവ് ജിഹാദ് പറയുമ്പോൾ നമ്മുടെ സിനിമയിൽ ഞാൻ ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് പറയുന്നു. അതും കട്ടിങ്ങിലേക്ക് വരുന്നു. ലവ് ജിഹാദ് എന്താണ് എന്ന് ലവ് ജിഹാദിനെ കുറിച്ചിട്ടല്ല, ഈ പ്രണയം വരുമ്പോൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ അതിൽ വരുമല്ലോ. അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു വിഭാഗത്തിനെ എങ്ങനെ പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല.
എനിക്ക് പകുതി അവാർഡ് തരും, നാഷണൽ അവാർഡ്. എനിക്ക് തോന്നുന്നു ഒരു വിഭാഗത്തിന് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടു, പകുതി തരില്ല. ഒരു വിഭാഗത്തിലോട്ട് കയറിയാണ് കട്ട് വന്നത്. ആ ഏരിയയാണ് കട്ട് ചെയ്യുന്നത്. അതാണ്. ആ അപ്പോൾ ഒരാളെ കൂടെ കൂട്ടം പിടിച്ചു എന്നുള്ളൂ. സിനിമ കണ്ടാൽ നാളെ മനസ്സിലാവും ഇതിൽ എന്തായിരുന്നു, ഒരു വിഷയമില്ല. സിനിമ പറഞ്ഞിട്ടുള്ള നല്ല മെസ്സേജുകളാണ്. ഈ ട്രിവാൻഡ്രത്താണ് ആദ്യം കൊടുത്തത്. ട്രിവാൻഡ്രത്ത് ഏകദേശം പാസ്സായതാണ്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ബോംബെയിലേക്ക് വിടുന്നു. അല്ല, തിരുവനന്തപുരത്ത് 3-4 മ്യൂട്ട്, പിന്നെ ഷൈൻ തന്നെ പാടിയൊരു നിലപാട് എന്ന് പറഞ്ഞ റാപ്പ് കണ്ടിരുന്നു, വളരെ നന്നായിട്ട്. അതിൻ്റെ വരികൾ മാറ്റാൻ പറഞ്ഞു. UA-16 സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. നാളെ ഇത് മാറ്റി സബ്മിറ്റ് ചെയ്താൽ മറ്റന്നാൾ സർട്ടിഫിക്കറ്റ് കിട്ടും പറഞ്ഞു. ഞങ്ങൾ രാത്രി എല്ലാം മാറ്റി. പിന്നെ ആരും ഫോൺ എടുക്കണില്ല, മെസ്സേജ് ഇല്ല, മെയിലില്ല. പിറ്റത്തെ ദിവസം ഞങ്ങൾക്കൊരു മെയിൽ വരികയാണ്, മുന്നത്തെ ഡിലീറ്റ് ചെയ്തു വരും, റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട്. റിവേഴ്സിംഗ് കമ്മിറ്റി മുംബൈയിൽ നിന്ന് പടം കണ്ടിട്ട് അവിടുത്തെ ഒരു അഭിപ്രായം അല്ലത്, പച്ച മലയാളിയുടെ ഒരു അഭിപ്രായമാണ്. ഇവിടെ നിന്ന് പിന്നെ ലെറ്റർ നോക്കിയാൽ അറിയും തിരുവനന്തപുരത്ത് നിന്ന് ആ ഭാഷ ഏത് രീതിയിൽ നമുക്ക് മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്താലും ആ ഭാഷ വരില്ല. ഇപ്പം ഞാൻ നിങ്ങളെ മുത്തേ എന്ന് വിളിക്കുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിളിയുടെ ഇത് കിട്ടുമോ? എന്ത് കിട്ടും? പേൾന്ന് കിട്ടും. മുത്തിൻ്റെ അതെ അത് കിട്ടില്ലല്ലോ. അതേമാതിരത്തെ ഭാഷകൾ വരെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കിട്ടാത്ത സാധനം അതേ രീതിയിൽ എഴുതി വന്നിട്ടുണ്ട്. ഇവിടുന്ന് എഴുതി കൊടുത്ത് അവിടുന്ന് നടപ്പിലാക്കി. അപ്പം ഇവിടെ എന്തായാലും സെൻസർ ബോർഡിൽ 5 പേരിരുന്ന് പടം കാണുന്നു, 4 പേരിരുന്ന് കാണുമ്പോൾ പടം കാണുന്നു, ചെയർമാനുണ്ട് 5 പേരിരുന്ന് കാണുന്നു. അതിൽ നിന്ന് ഒരു വ്യക്തിയാണ് ഇതിൽ. അതറിയില്ല അവർ. എന്തായാലും ഇവർ പറയുന്നത് ഭൂരിഭാഗമായിട്ടുള്ള അഭിപ്രായമാണെന്നാണ് പറയുന്നത്. ഞാൻ അതിനുശേഷം നമുക്കാണോ പ്രശ്നം എന്നറിയാൻ വേണ്ടി നാനാ വിഭാഗങ്ങളിലത്തെ ഒരുപാട് ആൾക്കാരാണ് ഞാൻ ഈ പടം കൊണ്ടുപോയി കാണിച്ചു. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. സിനിമ കണ്ട പ്രിവ്യൂക്ക് എല്ലാവരും കെട്ടിപ്പിടിക്കുക. പക്ഷെ അവരോട് പറഞ്ഞത് എനിക്ക് സിനിമയിൽ കുറച്ച് കട്ടുകൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഏതാണ് മോശമായി തോന്നിയത്? ഹിന്ദു വിഭാഗം കണ്ടു, നിരീശ്വരവാദികൾ കണ്ടു, ക്രിസ്ത്യൻ വിഭാഗം കണ്ടു, ഒഫീഷ്യൽസ് കണ്ടു, അഡ്വക്കേറ്റ്സ് കണ്ടു, ഡോക്ടർമാർ കണ്ടു, ഒരുപാട് ആൾക്കാരെ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മുസ്ലിംസിനെല്ലാം കാണിച്ച ഈ സിനിമ എല്ലാവരും, ഞാൻ ആ സിനിമയെക്കുറിച്ച് ഞാൻ കുറേ പേര് നല്ല സിനിമ കുറച്ച് നമ്മളെ മോഹൻ ചുളിക്കുക. എന്നാൽ ഒരു സിനിമ കണ്ട ഇതല്ലാന്ന്, സിനിമ മനസ്സിലാവാത്ത, സിനിമക്ക് എതിരെ ഉണ്ടായിട്ടുള്ള അവർക്ക് ഈ മെസ്സേജാണ് പേടി, ബാക്കിയുള്ളതൊന്നുമല്ല. ഏതറ്റം വരെ പോരാടും. പിന്നെ ഇനിയിപ്പോൾ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും അത് ഇങ്ങനത്തെ ഒരു സംശയനിലയിൽ ഹൈക്കോടതിയും കാണുകയാണെങ്കിൽ സുപ്രീം കോടതി. അല്ല, ഈ ജാനകി സിനിമ ഇറങ്ങിയപ്പോൾ ചരിത്രത്തിലാദ്യമാണ് ഒരു ജഡ്ജ് സിനിമ കണ്ട നിലയിലേക്ക്, അല്ലേ? ചരിത്രത്തിലാദ്യം, ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായിട്ട്, കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതായത് ഇവിടെ രാഷ്ട്രീയ പാർട്ടി, മതവിഭാഗം ഒന്നും ജുഡീഷ്യറിനെ ബാധിക്കുന്നില്ല. അതൊക്കെ ജുഡീഷ്യറി സത്യസന്ധമായിട്ടുള്ളൊരു നിയമവ്യവസ്ഥയുടെ മുന്നിൽ കൂടെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്ക് 100%. അതിൻ്റെ നമ്മൾ ഏത് ഗതികെട്ടവൻ്റെ അവസാന വാക്ക് കോടതിയല്ലേ? അതെ. ശരിക്കും കോടതിയിൽ നമ്മളുടെ വിഷയം ശരിക്കും അവതരിപ്പിക്കാൻ പറ്റിയ സത്യസന്ധമായിട്ട് നീതി കിട്ടും. ശരിക്കും ചില കേസുകൾ തോറ്റു പോകുന്നൊക്കെ അവതരിപ്പിക്കാൻ പറ്റില്ല. എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാനകി എന്ന് പറഞ്ഞ പടത്തിന് നല്ല നീതി കിട്ടിയില്ല. ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും. പിന്നെ ഞങ്ങൾ അതായത് ഇവിടുത്തെ നിയമപാലകർ എന്ത് പറഞ്ഞു മാറ്റാൻ തയ്യാറാണ്. എമ്പുരാൻ എത്ര കെട്ടുകൊടുത്തു. അപ്പം നമ്മുടെ ഒരു കലയെ ഇല്ലാതാക്കുന്ന സെൻസർ ബോർഡ്, അതിനുള്ള പോരാട്ടമാണ് റഫീഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായി, അതൊക്കെ തരണം ചെയ്തു, റിലീസിന് ഒരുങ്ങി. ആ സമയത്ത് ഇപ്പം കൂടെ നിന്ന താരങ്ങൾ എന്ത് പറയുന്നു ഈ സമയത്ത്? എല്ലാവരും സപ്പോർട്ടാണ്. ഹീറോ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഇതുവരെ എത്തിയത്. മനസ്സിലെ കുറച്ച് അധികം നമുക്ക് ഡേറ്റ്സുകൾ മാറും. പിന്നെ ഡേറ്റ്സുകൾ മാറുമ്പോൾ അവർക്കും നമുക്കും സ്വരച്ചേർച്ചകളുണ്ടാവും. അത് ഓരോ സ്നേഹബന്ധം വിട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അച്ഛനമ്മമാരുടെ പ്രശ്നം ഉണ്ടാവില്ലേ, വാപ്പിയമ്മയും പ്രശ്നം ഉണ്ടാവില്ലേ, ഭാര്യ ഭർത്താവ് പ്രശ്നം ഉണ്ടാവും. അതൊരു കാലങ്ങളോളായിട്ടുള്ളൊരു പ്രശ്നമില്ല അല്ല. എല്ലാവർക്കും ഇത് ഇറങ്ങാത്തതിൽ വിഷമങ്ങളുണ്ട്. നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഹീറോ ഷൈൻ്റെ ഭാഗത്താണെങ്കിലും അവൻ്റെ നല്ലൊരു സിനിമ ഇപ്പോൾ ബൾട്ടി നന്നായി പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല സിനിമ കൂടി വന്ന അവൻ്റെ ഒരു ക്യാരക്ടർ തന്നെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പം അങ്ങനെ ഒരു തടസ്സം വരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പം എന്തായാലും ഈ പറഞ്ഞ കട്ടുകൾ വെച്ചുകൊണ്ട് സിനിമ ഇറക്കില്ല. കോടതി ബിരിയാണി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ബീഫ് നിരോധിക്കണം. ബിരിയാണി മാറ്റാൻ തയ്യാറാണ്. ബീഫ് നിരോധിക്കണം കേരളത്തിൽ. വെച്ചിട്ട് നമ്മൾ കോടതിനെ വെല്ലുവിളിക്കുന്നല്ല. അല്ല,
അല്ല കോടതി വെല്ലുവിളി കോടതി ബീഫ് ബിരിയാണി മറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ ശരി. നമ്മള് പിറ്റേ ദിവസം ഞാൻ ഒരു അർജി കൊടുക്കും ബീഫ് നിരോധിക്കാൻ. അത് നമുക്കും പറയാലോ. ഹർജി കൊടുക്കും. ഏറ്റവും വേണ്ടത് സെൻസർ, സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യുക. അതിൻ്റെ ഒരു നിയമം ഇവിടെ ഒരു 1-2 ചർച്ചകൾ വരുന്നുണ്ട്. ബീഫ് പറയുമ്പോൾ രാഗി എന്ത് ചെയ്യും? ബ്ലർ ചെയ്യാന്ന് അവർ ബ്ലറല്ല, കട്ടെന്തോ പറഞ്ഞത്. എനിക്കൊണ്ട് രാഗിയോട് അവർക്ക് ദേഷ്യമുണ്ട് തോന്നുന്നു. അതായിരിക്കും. നമ്മളൊരു സാധനം പുറമേക്ക് പോയാലല്ലേ ഈ തൊപ്പി വെച്ചിട്ട് മൊലിയമര നടക്കണം. എന്താ ആ ഒരു പരിപാടി പുറത്തറിയിക്കാൻ വേണ്ടല്ലേ. അതെ, ഒളിച്ചു വെക്കാൻ നമ്മൾ അണ്ടർവെയർ അല്ലല്ലോ. പുറത്തിടുന്ന സാധനം പുറമെ കാണിക്കാൻ പറ്റുള്ളതല്ലേ സംഭവം. മനസ്സിലായി. പുറമെ കാണിക്കുന്ന സാധനം കാണിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രസിദ്ധി നേരണ്ടേ. പ്രസിദ്ധിയാണെങ്കിലും കുപ്രസിദ്ധിയാണെങ്കിലും പബ്ലിഷ് ചെയ്യാൻ ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് യൂസ് ചെയ്ത് രണ്ടാണ്. ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്ന ആർക്ക് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനിടയ്ക്ക് പാട്ടിന്റെ വിഷയങ്ങൾ ഉണ്ടാവുന്ന ഓർത്ത് നമ്മൾ പാടിച്ച ആളെ മാറ്റിയവരാണ് നിങ്ങൾ. പിന്നെ 40 ലക്ഷം രൂപ ചെലവിലാണ് ആതിഫ് അസ്ലം പറഞ്ഞ ഒരാൾ ഞങ്ങൾ ഈ പാട്ടത്തിൽ പാടിച്ചത്. ഒരു നോട്ടീസ്, ഒരു പേപ്പർ ഒന്നും വന്നിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥക്കെതിരായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ ഇടപെട്ടു, പാകിസ്ഥാനായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒഫൻസോ എനിക്കറിയാം. ഞങ്ങൾക്ക് ഹിന്ദി റൈറ്റ്സ് കോടിക്കണക്കിന് രൂപയ്ക്ക് വേൽക്കാൻ നിൽക്കുന്നിടത്താണ് ഞാൻ ഒരു അപ്പീൽ കൊടുത്തില്ലല്ലോ. എനിക്ക് കോടതിയിൽ ഞങ്ങൾക്ക് വേണേൽ ചോദിക്കാം, ഈ പാട്ട് ഇറക്കിക്കോട്ടെ എന്ന് കോടതി അങ്ങനെ ചോദിക്കാൻ പേപ്പറും തന്നിട്ടില്ല. എന്നിട്ട് പോലും മാറ്റിയ ആളുകളാണ് നിങ്ങൾ. മാറ്റി ഞാൻ വേറെ പാട്ട് ഷൂട്ട് ചെയ്ത് എൻ്റെ ആ ഹിന്ദി റൈറ്റ്സ് വരെ വെക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് അവരായിട്ടുള്ള ഇടപാട് വേണ്ട. നമ്മളെ രാജ്യമാണല്ലോ വലുത്. ഇപ്പം ഓരോ മതത്തിലും ഇപ്പം ഞാൻ ഒരു ഭീകരമായ മതവിശ്വാസം ഒന്നുമല്ല. ഞാൻ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾ. ഓരോ മതത്തിലും ഇപ്പോൾ ഇസ്ലാമിൽ വരെ പറഞ്ഞാൽ തന്നെ നീ നിലനിൽക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുക പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതെ, അങ്ങനെയാണല്ലോ. അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കാത്തവർ മറ്റേ രാജ്യവിരുദ്ധരും തീവ്രവാദികൾ തന്നെ. അത് ഏത് മതമാണെങ്കിലും അതാണ് നമ്മൾ പറയുന്നത്. ഒരു മതം പറയുന്നില്ല സ്വന്തം രാഷ്ട്രത്തിന് ഇരിക്കുന്ന മരം മുറിക്കണം എന്ന് ഒരു മതം പറയുന്നില്ല. ഈ രാഷ്ട്രത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. കാരണം മതമൊക്കെ ഉണ്ടാക്കിയതാണോ? അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ഇരുന്നുണ്ടാക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനനുസരിച്ചുള്ള ഉണ്ടാക്കുക. ഇസ്ലാം മതം തന്നെ നോക്കിക്കോട്ടെ. സൗദിയിൽ വേറെ നിയമം, ദുബൈയിൽ വേറെ നിയമം, ഇവിടെ വേറെ നിയമമല്ലേ? അതെ അതെ അല്ലേ? പള്ളിയിലത്തെ സിസ്റ്റം നോക്കിക്കോ. ഖുർആൻ മാത്രമേ ഒരേ ഇതുള്ളൂ. ബാക്കി എല്ലാ നിയമം ഇവിടെ മൗലൂദുണ്ട്, അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ രാജ്യത്ത് ഇരുന്നിട്ട് തന്നെ കൂടുതലും മതം വളർന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രത്തിനൊന്നും ഒരു മതം കുറ്റം പറയുന്നില്ല. ഒരു മതം മാത്രം മതി എന്ന് പറയുമ്പോഴാണ് ബാക്കി മതങ്ങൾക്ക് പ്രശ്നക്കാരായിട്ട് കാണുന്നത്. പ്രശ്നം വരുന്നത്. അപ്പം ആ മതത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ വേറൊരു മതവും സൈഡിൽ ചേർത്താണ് സെൻസർ ബോർഡിന്റെ കളി. അതെ, നമ്മൾ അങ്ങനൊന്നും പറയാല്ലേ. അതാണല്ലോ റൂട്ട്. ശരിക്കും അത് വായിച്ചാൽ കിട്ടും റൂട്ട്. അല്ല, കൂട്ടി വായിച്ചാൽ അത് ഒരു ഹോസ്പിറ്റലിലെ പേരിട്ടപ്പോൾ അത് ക്രിസ്ത്യൻ പേരായിപ്പോയി. രാഗിയും അമ്മ പർദ്ദയിട്ടതും എല്ലാം കൂടെയാണ് അവരുടെ പ്രശ്നം. മറ്റു മതസ്ഥ പർദ്ദയിട്ട. അപ്പോൾ നോക്കുമ്പോൾ ഒരു മതം അതിൽ മാത്രം ഒരു മതവും കൂടെ അത് കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് തലക്കിട്ടൊരടി. പേര് റഫീഖ്, നായകന്റെ പേര് ഷെയ്ൻ. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിലേക്ക് എത്തുമായിരിക്കും. അതിലേക്കാണല്ലോ എത്തുന്നത്. ഇപ്പം ഇത് തന്നെയാണല്ലോ ഇവിടെ സെൻസർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിനിമാ സംഘടനകളുടെ പറഞ്ഞു അല്ല, എല്ലാവരും ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയുന്ന ഇതൊന്നുമല്ല. നമ്മളെ സിനിമ ഇത് തകർന്നു പോയാലും ഇനി തുടങ്ങുന്ന സിനിമകൾ അടുത്ത മാസമോ അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു 3 മാസം ഗ്യാപ്പിട്ട് തുടങ്ങുന്ന സിനിമകൾക്ക് ഇപ്പോൾ എല്ലാ അംബേദ്കർ എഴുതി വെച്ച നിയമങ്ങളൊക്കെ മാറ്റി തുടങ്ങിയാലോ? ആണോ? ഈ 1950 52 തോന്നുന്നു മറ്റേ ഫോട്ടോഗ്രാഫി ആക്ട് വന്നത്. അതെ അതെ അതെ. അതിലൊരു അമെൻമെൻറ്റ് ചെയ്തിട്ട് ഒരു ക്ലോസും കൂടി ചെയ്യുക, സ്ക്രിപ്റ്റ് സെൻസറിങ്. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ചേട്ടാ. പേരിടാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കട്ടെ, സെൻസർ ചെയ്യട്ടെ, പ്രശ്നം തീർന്ന് ഇത് വെച്ച്. അപ്പോൾ ഇത് വേറെ വിഷയം. ഇപ്പം ഭരിക്കുന്നവർ നാളെ ഭരിക്കണം എന്നില്ല. ഇന്ന് ഷൂട്ട് ചെയ്ത സാധനം നാളെ ഭരിക്കുന്നവരെ മുന്നിൽ സെൻസറിന് പോയി അന്നും പ്രശ്നം. അനുകൂലമായിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനേക്കാൾ നല്ല സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യട്ടെ. അവർക്ക് ഇഷ്ടമുള്ള പടം എടുത്തു കൊടുക്കാം. ഇപ്പോൾ ദുബൈയിലൊക്കെ സ്ക്രിപ്റ്റ് സെൻസർ ചെയ്യണം. 14 ദിവസം മുന്നേ സ്ക്രിപ്റ്റ് നമ്മൾ അപ്രൂവൽ ചെയ്യണം. അതേമാതിരി ആകട്ടെ. ഇവിടെ ഒരു പ്രശ്നം വരില്ലല്ലോ. ഒരു പ്രശ്നം വരില്ല. ഈ സാധാരണക്കാരെ ഈ സിനിമയിലൊക്കെ പോയി നല്ലൊരു പടം പുറത്തിറക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കാശൊക്കെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് വന്നിറങ്ങി ആ സിനിമ ഇത്രയും കാലം 1.5-2 വർഷമായിട്ട് ഉറക്കില്ല, ഊണില്ല, ഇതിൻ്റെ പിന്നാലോടിയിട്ട് ഇത് തീർക്കാൻ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു വിഷയത്തിന് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ അവസാനിക്കുമ്പോൾ വേറെ പണിക്ക് പോകാലോ. എന്തായാലും ഹാലിളകിയിട്ട് കാര്യമില്ല. ഹാല് സിനിമ റിലീസാവും.
കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കോടതി പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണ്. 100% കോടതി പറയുന്ന രീതിക്ക് മുന്നോട്ട് പോകും. അല്ലാതെ സെൻസർ ബോർഡ് പറയുന്ന കാര്യമായി അംഗീകരിച്ച് പോകാൻ തയ്യാറല്ല. ഒരിക്കലും സെൻസർ ബോർഡിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നതല്ല, ഒരുപാട് പേര് പറയുന്നത് എനിക്കത് ബോധ്യപ്പെട്ടു എന്നുള്ള. ഇതിനു മുമ്പ് ഇതേ ചെയറിലിരുന്ന സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല BJP പ്രവർത്തനം കൂടിയായ ഒരു വ്യക്തി അദ്ദേഹത്തിന് സിനിമയ്ക്കുണ്ടായപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സെൻസർ ബോർഡിൽ ഇരിക്കില്ല, അല്ലെങ്കിൽ ജൂറി കമ്മിറ്റിയിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ചയിൽ ഈ സെൻസർ ബോർഡിനെതിരെ ഇവിടുത്തെ ഒരു മന്ത്രി, പഴയൊരു മന്ത്രി G. സുധാകരൻ സാറ് പ്രസ്താവന ഇറക്കിയില്ല. അതെ അതെ. അദ്ദേഹം വല്ല സിനിമ നിർമ്മിച്ചിട്ടാണോ? കണ്ട പ്രശ്നം, കേട്ട പ്രശ്നം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ സംവിധായകരുടെ കൂട്ടത്തിലുള്ള വെട്രിമാരൻ സാർ, അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി പൂട്ടിപ്പോയില്ലേ. സെൻസർ ബോർഡിന് എന്ന് മാറ്റം വരുന്നത് അന്ന് ഞാൻ ഓപ്പൺ ചെയ്തോളാം എന്ന്. ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വ്യവസായം നിന്ന് പോകും. മാത്രമേ ഉള്ളൂ. ഇവിടെ മതവ്യവസായം നടക്കട്ടെ, സിനിമയൊന്നും വേണ്ട. മതത്തിനാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ മതത്തിൻ്റെ വ്യവസായം നടക്കട്ടെ, സിനിമയൊന്നുമല്ല. മാധ്യമത്തിന് പകരം സിനിമയിലൂടെ നമ്മൾ മാധ്യമമാവുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയാത്ത എന്താണ് വർഗീയത മാത്രം മനസ്സിൽ ഇട്ട് നടക്കുന്ന സെൻസർ ബോർഡിലെ ചില അംഗങ്ങൾ, മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മാറ്റം വരുത്തിയാൽ തീരാവുന്ന വിഷയം ഇതിനുള്ളൂ. സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തവർ വരെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തിൽ സെൻസർ ബോർഡ് എടുത്തുന്ന കാലഘട്ടം. അവിടെയാണ് വിഷയങ്ങൾ വരുന്നത്. എന്തായാലും പോരാട്ടം വിജയിക്കണം, കൂടെ ഉണ്ടാകും. ഏതറ്റം വരെ പോയാലും നമ്മളും കൂടെ ഉണ്ടാകും. ഹാൽ സിനിമ റിലീസാകേണ്ട അത്യാവശ്യമാണ്. താങ്കൾ വന്ന പാതകൾ അങ്ങനെയാണ്. താങ്കൾ ചവിട്ടിയ മുള്ളുകൾക്ക് എണ്ണമുണ്ട്, കല്ലുകൾക്ക് എണ്ണമുണ്ട്. അത് ഓർത്തെടുത്താൽ പിന്നോട്ട് പോയാൽ ഒത്തിരി കഥകളുണ്ട്. ആ കഥകളെല്ലാം ഞങ്ങൾ ഒരു ദിവസം പറയുന്നതായിരിക്കും. ഇത് തുടരും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു.